എന്തുവാടി മനുഷ്യന്റെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആ അതവിടെ കിടന്നോട്ടെ. അടുത്ത ട്രിപ്പ് മീൻ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ അനക്കൊണ്ട് എൻഡിലെ ക്യാമറമാൻ ശരിയല്ല. ഇത്ര നേരം അവിടെ ആയിരുന്നു. ക്യാമറമാന് ജോലി ഉണ്ടായിരുന്നു വീട്ടിൽ. പിടയ്ക്കുന്നില്ലല്ലോ, എന്ത് പറ്റി? പിടയ്ക്കുന്നുണ്ട്. പിടപ്പിച്ച് കാണിച്ചു. നിന്റെ ക്യാമറ നിന്റെ കോലം കണ്ടിട്ട് മീൻ പിടയ്ക്കാത്ത ചത്ത പോലെ കിടക്കും. നിന്റെ രൂപം കണ്ടിട്ട് പേടിച്ചിട്ട് അതാണ്ട പിടയ്ക്കുന്നില്ല. നോക്കടി, ഇതാണടി പിടയ്ക്കാത്തത്. അയ്യോ, ഇപ്പഴാ പിടയ്ക്കുന്നത്. നോക്ക്, സ്വാമിമാരൊക്കെ വ്രതം മുറിക്കാൻ വേണ്ടി മത്സ്യം പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കല്ലേ. അത് ശരി, ഈ അണ്ണൻ പോവും. അപ്പൊ മീനല്ല നമുക്ക് കേട്ടോ. 2 മണിക്കൂറിനുള്ളിൽ മാക്സിമം എല്ലാം എടുത്തോണം. അണ്ണൻ വരുമ്പോഴേ കുളം വറ്റിക്കണം. നല്ലൊരു ഇടി അടിച്ചു. വരാലുണ്ട്, അതായിരിക്കും. വരാലുണ്ട്. ക്യാമറമാൻ ശരിയല്ല. ഇത്ര നേരം അവിടെ ആയിരുന്നു. ക്യാമറമാന് ജോലി ഉണ്ടായിരുന്നു വീട്ടിൽ. അരമണിക്കൂർ. ആ ഞാൻ പറയാം, സമയം നോക്കട്ടെ. 10:28. നമ്മൾ മുമ്പേ 9:24 ആയപ്പോഴായിരുന്നു നമ്മൾ മുമ്പ് ഇട്ടത്. ആ അത്രേ ഉള്ളൂ. ടൈം കറക്റ്റ് ആയിരിക്കണം. ഞണ്ടുണ്ടോ? ഞണ്ടല്ല, മീനല്ലേ. മൊത്തം 4 എണ്ണോ കിട്ടിയോ? ഓ അല്ല, വരാലുണ്ടെന്ന് പറഞ്ഞിട്ട് വരാലെന്തേ? ഞാനല്ല പറഞ്ഞേ, വോട്ട് പിടിക്കാൻ പോകുന്ന ആൾക്കാർ പറഞ്ഞേ വരാലാന്ന്. കുളിച്ച് നിങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ടാണല്ലോ. കുളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട്. അതെ, അതും ശരിയാണ്. ഒന്നുമല്ല, കൊമ്പന്മാരുണ്ട് ഇതിനകത്ത്. അമ്മാരെ കിട്ടണം. അമ്മാരെ കിട്ടാൻ കുറച്ച് പാടാണ്. ഇത് പിടയ്ക്കുന്നില്ലല്ലോ, എന്ത് പറ്റി? പിടയ്ക്കുന്നുണ്ട്. പിടപ്പിച്ച് കാണിച്ചു. രഞ്ജിത്തേട്ടൻ പിടപ്പിക്കുന്നു. ആ ഇപ്പൊ അനങ്ങുന്നു. നിന്റെ ക്യാമറ നിന്റെ കോലം കണ്ടിട്ട് മീൻ പിടയ്ക്കാത്ത ചത്ത പോലെ കിടക്കും. നിന്റെ രൂപം കണ്ടിട്ട് പേടിച്ചിട്ട് അതാണ്ട പിടയ്ക്കുന്നില്ല. നോക്കടി, ഇതാണടി പിടയ്ക്കാത്തത്. അയ്യോ, ഇപ്പഴാ പിടയ്ക്കുന്നത്. ഈശ്വര, എന്തോ മീൻ പിടയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. എന്തുവാണോ എന്തോ. അടുത്ത ട്രിപ്പ് മീൻ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ അനക്കൊണ്ട് എൻഡിലെ ഞാൻ ഇറങ്ങിയിട്ട് വരാം. ഓ എല്ലാം കിടന്ന് പിടയ്ക്കുന്നു. രഞ്ജേട്ടൻ ഇന്ന് കുളത്തിൽ നിന്ന് ഇറങ്ങണ്ടെന്നാണ്. എന്റെ ജോലിയെല്ലാം ഇവിടെ കിടക്കുവാണ്. ആകെ ഒരു ദിവസമാണ് എനിക്ക് കിട്ടുന്നത് ലീവ്. അതിങ്ങനെ മീൻ്റെ രഞ്ജിത്തേണി ഇന്ന് കയറത്തുമില്ല. എൻ്റെ ജോലി നടക്കത്തില്ല. ഉച്ചയ്ക്ക് എന്ത് ചെയ്യും? ചോറ് വാങ്ങിച്ചിട്ട് നമുക്ക് സിലോപ്പി വറുത്ത് കഴിക്കാം. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം 5 സിലോപ്പി കിട്ടിയിട്ടുണ്ട്. മോശമല്ലല്ലോ 5 സിലോപ്പിയ. വറക്കാം. അതെ അതെ, നഷ്ടമില്ല. ഇത് വറക്കുന്നതാണോ ടേസ്റ്റ്, കറി വയ്ക്കുന്നതാണോ ടേസ്റ്റ്? എൻ്റെ അടിപൊളിയാ. നമ്മള് രാവിലെ വലയിട്ടത് എല്ലാരും കണ്ടതല്ലേ. ഇപ്പം നല്ല മഴയാട്ടോ. സമയം ഇപ്പൊ 5:30 ആയിട്ടുണ്ടല്ലേ. 5:30 ആയേ. അതിന് മുമ്പൊന്ന് നോക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ മഴ കൊണ്ട് ഒരു രക്ഷയില്ല. അന്നേരം നമുക്ക് വല്ല ഉണ്ടോ നോക്കാം. നാണംകടുവോ വല്ല ഉണ്ടോ, വല്ലിതാന്നൊക്കെ പറഞ്ഞ് ഇട്ടതായിരിക്കും. എല്ലാം കിട്ടിയോ ഇല്ലെന്ന് അറിയത്തില്ല. തിരിച്ച് നീ പോയോന്നും അറിയത്തില്ല. നമുക്ക് നോക്കാറുണ്ടട്ടാ. ഓക്കെ.
അപ്പുറം അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പുറം അഴിച്ചു വിട്ട്. മീൻ കുറവാന്ന് തോന്നുന്നു. ആണല്ലേ? ചിലപ്പോൾ പിടിച്ച മീൻ അത് പോവാനും ചാൻസ് ഇല്ലേ? ഒന്ന് കറി വെക്കാനുള്ള കിട്ടിയാൽ മതിയായിരുന്നു. ഒരെണ്ണം ഉണ്ട്. ഒന്നെങ്കിലും ഉണ്ടല്ലോ. നമ്മൾ രാവിലെ എത്ര എണ്ണം? 4 എണ്ണോ 5 എണ്ണം അല്ലേ? അതെന്താ മീൻ? അത് മീൻ ഉണ്ടല്ലോ, മീനുണ്ടല്ലോ, കുഴപ്പമില്ല. പെടയ്ക്കുന്നു. മീൻ പെടയ്ക്കുന്നില്ല. അതാ പെടച്ചല്ലേ? കരിമീനുണ്ടോ? നല്ലായിരുന്നല്ലേ? കരിമീനോ? സിലോപ്പിയ, ഇങ്ങനെ പറ. വേണ്ടേ? 4 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം മിസ്സായല്ലേ? നിലവിൽ 3 എണ്ണം ഉണ്ട് ഇപ്പം. ഓക്കെ. മോക്ക് പൂ വേണമെന്ന് പറയുന്നത്, പൂവരസയില. അവൾക്ക് എപ്പോൾ വെള്ളത്തിലിറങ്ങിയാലും പൂവരസിന്റെ പൂ വേണം. എന്റെ പൊന്നടാ, വീട് പ്രത്യേകതര ഭംഗിയല്ലേ? അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കുന്നത്. പൂവിന്റെ അകത്തോട്ട് മേലെ പറഞ്ഞിരിക്കുന്നു. അപ്പുറത്തെ സൈഡിലെ തീർന്ന് 3 എണ്ണം കിട്ടിയല്ലേ? ഒരെണ്ണം പോവുകയും ചെയ്തു. അതാ 4 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പോയില്ലയോ? ആയിരുന്നു, അതുകൊണ്ടത് പോയത്. എനിക്ക് യോഗമുണ്ട് ജീവിക്കാനുള്ള. ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡും കൂടെ നോക്കാം. ഓ ഈശ്വര, ഞണ്ടിനെ കിട്ടിയോ? അതുമില്ല. ഞണ്ട് തിന്നല്ലേ? അതെടുക്കണോ? ഞണ്ടിനെ തിന്നു. പാവമീനോ? അതിനൊക്കെ എന്തായാലും നമ്മൾ കറി വെക്കാനുള്ളതല്ലേ? ഇനി അറിഞ്ഞേക്ക്. കഷ്ടം, എന്റെ മുഖത്തോട്ട് എറിയരുത്. ഈശ്വര, ഞണ്ട് കടിച്ച മീൻ്റെ അവസ്ഥ. ഞണ്ടോ? 1 മിനിറ്റ്. ഇതാണ് ഞണ്ട് കടിച്ച മീൻ കേട്ടാ. കുഴപ്പമില്ല, എൻ്റെ മുകളിൽ വശം ഒന്ന് ഞണ്ട് കടിച്ചിട്ട്. ഇതെന്നെ 2 ഞണ്ടോ? മീനില്ലേ പിന്നെ എന്തുവാ? ഒരു ഞണ്ടിനെ കിട്ടിയായിരുന്നോ? ഇല്ല. ഓഹോ, അപ്പം ഞണ്ട് തിന്നെങ്കിലും 2 ഞണ്ടെങ്കിലും കുരുങ്ങിയിട്ടുണ്ട്. കാലില്ലേ? കാലില്ലെങ്കിലും കുഴപ്പമില്ല. അന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഞണ്ടല്ലേ? ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഒരു കറിക്കുള്ളതുണ്ട്. ഈശ്വര, ഓലയൊക്കെ താഴോട്ട് വീഴുന്നു. അതാ പേടിപ്പിക്കുന്നു. എന്ത്? 2 ഞണ്ടല്ലേ ഉള്ളു? സിലോപ്പി. ഇപ്പൊ എന്തുവായി? ഇത് മതിയല്ലോ, മച്ച. അത് തന്നെ ചേട്ടാ. ഞണ്ട് കടിച്ച സിലോപ്പി എന്തോ നോക്കുവാണോ? കഷ്ടല്ലേ? സിലോപ്പിയുടെ അവസ്ഥയാണിത്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാണ് ഏറ്റവും ടാസ്ക്, വിത്ത് എടുക്കുന്നത്. രഞ്ജിത്തേടെ വിഷയമൊന്നും അല്ലത്, ഒക്കെ സിമ്പിളായിട്ട് എടുക്കും. കണ്ടോ, സിമ്പിളായിട്ട് രഞ്ജിത്തേടെ എടുക്കും. ഞാനാണത് കുരിക്കാൻ. ഇതാരാണ്? തുന്തിരിമോളാണോ നിൽക്കുന്നേ? ഈശ്വര, എനിക്കിതിനെ പേടിയാണ്. നശിപ്പിച്ചു വെച്ചേക്കുമല്ലേ? ശരി, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇത് ഒരു കാലുള്ളതുകൊണ്ട് കടിക്കുവോ? കടിക്കുവോ? ഞണ്ടിന്റെ കടി ഭയങ്കര അപാരമാന്ന് പറയുന്ന കേൾക്കാം. ഈശ്വര, ഞണ്ട് ഒരു കാലാണ്. കാലെങ്കിൽ കടിക്കരുത്. ഇപ്പൊ ഋതു ഇതിട്ടിട്ട് ഓടുന്നതായിരിക്കും. അത് പാറ പോലെ ആണല്ലോ. സൗണ്ട് കേൾക്കുന്നു, ടിക്കുന്നു. ഒടിച്ച്
ഊരാൻ ഇച്ചിരി പാടാ അല്ലേ? ഊരാൻ സഹായിക്കുന്നു. ഇല്ല. എന്നിട്ടാണ് എനിക്കിതിനെ പേടി. ഇത് കാലൊടിച്ചാലും എനിക്ക് എന്തോ പോലാണ്. അങ്ങനെ കാല് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഒരു കാലേ ഉള്ളെങ്കിലും അതൊരു കാലാണ്. ഇത് രണ്ടും ഉണ്ടായിരുന്നെങ്കിലും ആലോചിച്ച് നോക്കിയേ എന്തുവായിരുന്നു. സാധാരണ എല്ലാവരും വലയുടെ കണ്ണിയൊക്കെ വലിച്ചു പൊട്ടിച്ച് എടുക്കാറ്. നമ്മൾ ഇതുവരെ കണ്ണിയൊന്നും പൊട്ടിച്ചില്ല. ഒറ്റ കണ്ണി പോലും പൊട്ടിച്ചില്ല കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വലയായതുകൊണ്ട്. പക്ഷെ ഇത് അഴിഞ്ഞു വരുന്നുണ്ട്. ഇത് മറ്റേ ചെറിയ ഞണ്ടല്ലേ? ചെറുതല്ല, അത് വലുതാണോ? അവനൊരു കാല് തന്നെ ഓടിച്ചത്. ഓക്കെ. പക്ഷെ നേരിട്ട് വലിപ്പം തോന്നും. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ട് കൊച്ചു പതുക്കെ മോള് പതുക്കെ വെച്ചിട്ട് ഓടിയിട്ടുണ്ട്. കുഞ്ഞിന് ഞണ്ടിനെ ഇട്ടപ്പോൾ പേടിയായി. നമുക്ക് ഇപ്പൊ കിട്ടിയ ഞണ്ട് എനിക്ക് അനങ്ങുന്ന പേടിയാണ്. എന്തുവാടി മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അതവിടെ കിടന്നോട്ടെ. ചെയ്യുമെന്ന് കൈ വെച്ച് നോക്ക്. ഇല്ല, അത് പേടിക്കൊന്നും വേണ്ട. നേരെ വെക്കാം അല്ലേ? കാല് വേണ്ടേ? ഇത് മറ്റേ ചെറിയ ഞണ്ടിന്റെ കാലല്ലേ? ഇത് രണ്ടെണ്ണം ഉണ്ടല്ലേ? ഇന്ന് ഒരെണ്ണേ ഉള്ളെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്റെ വലിയ ഞണ്ടിന്റെ കാല്. എന്റെ അമ്മ ഇത് ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. ഇറങ്ങി പോവോ? മൊത്തത്തിൽ കുടഞ്ഞിടും. ഞണ്ട് അടിച്ച സിലോപ്പി മൊത്തത്തിൽ കുടഞ്ഞിടാൻ പറഞ്ഞപ്പോ ഓരോന്ന് എടുത്തിടണം. നമ്മള് രാവിലെ കിട്ടിയ രാവിലെ കിട്ടിയതേണ്ട ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതോടെ ഇട്. മൊത്തത്തിലാണ് ഇടട്ടെ? മൊത്തത്തിൽ ഇട. അതിനകത്ത് ഒരു ഞണ്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മള് പിടിച്ചല്ലേ? കുത്തിപ്പിടിച്ചത്. എന്താ ഹോള് കണ്ട? ഞണ്ട് കുത്തിപ്പിടിച്ച. അപ്പൊ മൊത്തത്തിൽ 3 ഞണ്ടും ഒരു 1.5 കിലോ സിലോപ്പി. ഒരു നഷ്ടമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ഹണ്ടിങ് കിട്ടിയ മീനാട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.